കുറേ നാളായിട്ട് ഗാലറിയിൽ ഒരു പിക്ചർ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് അതിന് ആപ്റ്റായിട്ട് ഒരു സംഭവം ഇപ്പോഴാണ് കിട്ടിയത്. നല്ല രസൽ കേക്കിൻ്റെ ബേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ മുകളിൽ നമ്മൾ ആ ഉദ്ദേശിച്ച സാധനം വരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു മാംഗോ കേക്ക് ആയിരുന്നു. അപ്പോൾ അതിന് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു കുട്ടി ബോർഡ്, കറക്റ്റ് അതിന് ആപ്റ്റായിട്ടുള്ളൊരു ബോർഡ് തന്നെയാണ് കേട്ടോ അന്ന് കിട്ടിയത്. അപ്പോൾ പിന്നെ എന്തായാലും പൂരൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു ജ്വരത്തിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് ആ ഒരു ആനക്കുട്ടി ക്രാഫ്റ്റ്. എത്ര കേക്ക് ബോർഡ് കിട്ടിയാലും അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതിനൊരു ചെറിയൊരു വെറൈറ്റി സംഭവമാണ് ഇന്ന് കണ്ടപ്പോൾ എനിക്കിഷ്ടമായത്. അപ്പോൾ നമ്മളിതാ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇഷ്ടമുള്ള പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ആനക്കുട്ടി ആയാലും ബ്ലാക്ക് തന്നെ വെച്ച് ചെയ്യണമെന്നില്ല കേട്ടോ. കുറച്ചുകൂടി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഓറഞ്ചോ റെഡോ ഒക്കെ വെച്ചിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ആ ഷേപ്പൊക്കെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കൊന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സോ അതല്ലെങ്കിൽ മിറർ വർക്കൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഗുമ്മ തോന്നിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് കളറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സ് വെക്കാം. മിറർ കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവം നല്ല കിഡുമായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വരച്ച് വന്നപ്പോൾ തുമ്പിക്കൈന് കുറച്ച് നീളം കൂടി പോയി. എന്നാലും കുഴപ്പമില്ല. നോക്കി വന്നപ്പോൾ നല്ല ഭംഗിയുള്ള കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് ബീഡ്സും കിട്ടി. എന്നാൽ പിന്നെ അതും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ സംഭവം എന്തായാലും കളറായിട്ടുണ്ട്. നമ്മുടെ വോളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ കുട്ടി ആന ക്രാഫ്റ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക.